എൻ്റെ എല്ലാ ചങ്കുകൾക്കും ചങ്കത്തികൾക്കും മല്ലു ജ്യൂസറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബോംബ് സോഡയുമായിട്ടാണ്. ഫുൾജാറിൻ്റെ ഒരു കുഞ്ഞനിജൻ എന്ന പേരിലൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ബോംബ് സോഡയുടെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെ നമുക്ക് ആ ബോംബ് സോഡ വളരെ സിമ്പിളായിട്ട് വീട്ടിലടിക്കാമെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ MJ. അപ്പോൾ നമ്മൾ ബോംബ് സോഡ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. 2 ബോംബ് സോഡ ഉണ്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ബോംബ് സോഡയ്ക്ക് ഒരു ഹാഫ് ബീട്രൂട്ട്, ഒരു ബീട്രൂട്ടിൻ്റെ പകുതി അത് ചെറിയ പീസാക്കിയിട്ട് ജാറിലിട്ടിട്ട് ശരിക്കും അരച്ചെടുക്കുക. വെള്ളം ഉപ്പും ഒന്നും ചേർക്കണ്ട, അത് ശരിക്കും അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് സെപ്പറേറ്റ് അടിച്ചിട്ട് നമ്മൾ കുറച്ച് മിൻറ്റ് എടുക്കുക. ഒരു 4-5 ഇല്ലി മിൻറ്റ് എടുത്തോളി 2 എന്നിട്ട് അത് ശരിക്കും കേക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക്, 2 ബോംബ് സോഡയ്ക്ക് 1 പച്ചമുളക് കേട്ടോ, കൂടുതൽ ഇടരുത്. കൂടുതൽ ഇട്ടാൽ നല്ല എരിവികാരം. പിന്നെ ഒരു ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണം, ഇഞ്ചിയും ഇത്ര വലുപ്പമല്ല ഇഞ്ചി മതി, കൂടുതലായാൽ ചവർപ്പുണ്ടാവും ഇഞ്ചിൻ്റെ. അപ്പോൾ ചെറിയൊരു ഇഞ്ചി കഷ്ണവും ചെറിയൊരു മുളക് കൊടുത്തിട്ട് അതും ചെറിയ പീസാക്കിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിൻറ്റും അതേമാതിരി തന്നെ 4-5 പീസ് കൈകൊണ്ട് തന്നെ മുറിച്ചാണ്ടാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തോളി, വളരെ കുറച്ച് മതി കേട്ടോ, കൂടുതലാവരുത്. എന്നിട്ട് അത് ശരിക്കും അരച്ചെടുക്കുക, വെള്ളം ഒന്നും ചേർക്കണ്ട. എന്നിട്ട് നമ്മളൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട്, കൂടുതൽ അരിയരുത് കേട്ടോ, പെട്ടെന്ന് നല്ലതിലേക്ക് അരിയും വേണം, എന്നാൽ കൂടുതൽ സമയം അരിയരുത്. കാരണം മിൻറ്റൊക്കെ കൂടുതൽ സമയം അരിഞ്ഞാൽ വെറ്റിലേൻ്റെ ഒരു ചൊയ ഉണ്ടാവും. ഇനി നമുക്കൊരു നാരങ്ങ എടുക്കാം, ഒരൊറ്റ നാരങ്ങ ഈ കാണുന്ന രൂപത്തിൽ അരിഞ്ഞാലേ കുരുല്ലാതെ കിട്ടും. എന്നിട്ട് അതിക്കാണ് പിഴിഞ്ഞെടുക്കുക, കാരണം കുരു വെട്ടാൽ കഴിക്കും. ഇനി ആ ചതവിലൊന്ന് ഈ നാരങ്ങൻ്റെ നീര് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സ് ഒന്ന് ചെറുങ്ങനെ നമുക്ക് കറക്കിയെടുക്കാം. അപ്പോൾ ബോംബിൻ്റെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോംബ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ബോംബിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആ ഇഞ്ചി മിൻറ്റൊക്കെ അടിച്ചത് ഒന്ന് പരത്തിയെടുക്കുക, അതേപോലെ കയ്യിൽ. എന്നിട്ട് അതിൻ്റെ നടുവുക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ ആ ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോളി, കുറച്ച് കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഇട്ട് കൊടുത്തോളി, കൂടുതലാവും വേണ്ട, നിങ്ങൾ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഉണ്ടാക്കിയിട്ട് മാറ്റിക്കുക. എന്നിട്ട് അതേമാതിരി 2 ഉണ്ടാക്കുക. നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചാൽ അതേപോലെ ഉണ്ടാക്കാം. എന്നിട്ട് അയക്കും ഇതേപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മളെ പെരയിൽ വിരുന്നാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓലൊന്ന് നെട്ടിച്ചാനേ വെറുതെ ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് 2 നാരങ്ങൻ്റെ റൗണ്ട് പീസ് എടുത്താണ്ട് ആ ഗ്ലാസിൻ്റെ മുകളിലാണ് കുത്തിവെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മളെ ബോംബ് സോഡ തന്നെ ഉണ്ടാക്കാം, അതാകുമ്പോൾ ഒന്നുകൂടി മൊഞ്ചൈകാരം. പിന്നെ കുപ്പി സോഡ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുപ്പി സോഡ തന്നെ എടുത്തോളി. ഈ ഫാമിലി സോഡ ഉണ്ടല്ലോ, അത് അത്ര ഗ്യാസ് ഉണ്ടാവില്ല. ഒരൊട്ടം ഉണ്ടാക്കിയാണ്ട് ഞാൻ പെട്ടതാണ്, ഇപ്പോൾ 2ാം വട്ടമാണ് ഈ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ സോഡ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ആ ബോംബൈക്കാണ് ഇട്ട് കൊടുക്കുക. ഇനി കണ്ടോളി, നിങ്ങൾ പൊന്തിയാണ് വരും. ഇതിപ്പോൾ പൊന്തൽ കുറവാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കുറവാണ്. ഫാമിലി സോഡയിൽ ഗ്യാസ് കുറവേ കാരണം. അപ്പോൾ കൈവിൻ്റെ പരമാവധി കുപ്പി സോഡ ഇട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എടുത്തുകൊണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ബോംബ് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു അടിപൊളി സിമ്പിൾ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ MJ. ഗുഡ് ബൈ.